Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Find the Fourier Cosine transform of f of x equal to sin x 0 less than x less than pi. ഏപ്രിൽ 2018 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കെയിൽ സ്റ്റുഡൻസിനോട് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം കാണാനുള്ള ഫോർമുല എന്താണ്? FCS. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം റെപ്രസെന്റേഷൻ FCS ആണ്. റൂട്ട് ഓഫ് 2 by pi integral 0 to infinity f of x എന്താണ്? sin x then cos sx dx. ഇവിടെ ഇൻഫിനിറ്റി എന്നുള്ള എന്തായിട്ട് മാറും? 0 to pi. ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺലി ഇൻ ദി ഇന്റർവൽ 0 to pi. അപ്പൊ അതുകൊണ്ട് നമ്മൾ f of x ന് പകരം എന്ത് കൊടുത്തു? sin x കൊടുത്തു. sin x into cos sx dx. ഇത് നമ്മൾ ചെയ്യാൻ പോണത് റൂട്ട് ഓഫ് 2 by pi into 1 by 2 into integral 0 to pi 2 sin x cos sx dx. അപ്പോൾ ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അപ്ലൈ ചെയ്യണം. അതിന്റെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 കൊണ്ട് ഗുണിച്ചു. 2 sin x cos x. ഇനി 2 sin a cos b. ഈ ഫോർമുല നമ്മൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്, +1 പഠിച്ചിട്ടുണ്ട്. ആ ഫോർമുല എന്താണ്? 2 sin a cos b എന്ന് പറഞ്ഞാൽ sin a plus b plus sin a minus b ആണ് ആ ഫോർമുല. ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താണ്? x ആണ്, ബിയുടെ സ്ഥാനത്ത് എന്താണ്? sx ആണ്. അപ്പൊ ആ ഫോർമുല കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് 2 by pi into 1 by 2 then integral 0 to pi. ഇവിടെ ഫോർമുല കൊടുക്കുമ്പോൾ sin x plus sx plus sin x minus sx. Root of 2 by pi into 1 by 2 integral 0 to pi sin 1 plus s into x plus sin 1 minus s into x. ഇവിടെ കോമൺ ആയിട്ടുള്ള x ഇവിടെ പുറത്തെടുത്തു, ഇവിടെ കോമൺ ആയിട്ടുള്ള x പുറത്തെടുത്തു. അപ്പൊ 1 plus s into x plus sin 1 minus s into x. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ റൂട്ട് ഓഫ് 2 by pi into 1 by 2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin 1 plus s into x ന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? മൈനസ് കോസ് 1 plus s into x divided by 1 plus s. ഇവിടെ എന്ത് വരും നമുക്ക്? മൈനസ് കോസ് 1 minus s into x divided by 1 minus. ഇന്റഗ്രേഷൻ പാർട്ട് കഴിഞ്ഞു. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അടുത്ത സ്റ്റേജില് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ റൂട്ട് ഓഫ് 2 by pi into 1 by 2. ഇവിടെ രണ്ടിലുള്ള മൈനസ് ആണ് പുറത്തേക്ക് എടുത്തു, മൈനസ് ചെയ്യാൻ പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ എന്തുണ്ട്? കോസ് 1 plus s into x divided by 1 plus s plus cos 1 minus s into x divided by 1 minus s. Lower limit 0, upper limit 5. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 2 by pi into minus 1 by 2. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കോസ് 1 plus s into pi by 1 plus s plus cos 1 minus s into pi divided by 1 minus s. Then minus lower limit കൊടുക്കുമ്പോഴോ 1 by 1 plus s. cos 0 1 ആണ് plus 1 by 1 minus s. അപ്പൊ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്തു. റൂട്ട് ഓഫ് 2 by pi into 1 by 2. ഇനി ഇത് നമുക്ക് പൈ അകത്തോട്ട് കയറ്റുമ്പോൾ എന്ത് വരും നോക്കിയേ? cos pi plus s pi by 1 plus s cos 1 pi minus s pi divided by 1 minus s minus 1 by 1 plus s plus 1 by 1 minus s. അപ്പൊ പൈ നമ്മൾ അകത്തോട്ട് കയറ്റി. ഇനി നോക്കാം. റൂട്ട് ഓഫ് 2 by pi into 1 by 2. ഇവിടെ cos pi plus theta. cos pi plus theta എന്താണ്? cos pi plus theta എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡ് ക്വാഡ്രന്റിൽ എസ്റ്റിസ് റൂൾ അനുസരിച്ച് തേർഡ് ക്വാഡ്രന്റിൽ ടാൻ കൂട്ടുമാണ് പോസിറ്റീവ്, കോസ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? cos pi plus theta കിട്ടുന്നത് മൈനസ് cos theta. അതുപോലെ cos pi minus theta
cos pi minus theta ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റ്. അവിടെയും കോസ് നെഗറ്റീവ് ആണ്. മൈനസ് കോസ് തീറ്റ. രണ്ട് കേസിലും കോസ് പൈ പ്ലസ് തീറ്റയും മൈനസ് കോസ് തീറ്റയാണ്, കോസ് പൈ മൈനസ് തീറ്റയും മൈനസ് കോസ് തീറ്റയാണ്. അപ്പൊ നമ്മൾ ആ ഫോർമുലയോട് കൊടുക്കുമ്പോൾ കോസ് ഇവിടെ നമുക്ക് മൈനസ് കോസ് എസ് പൈ ബൈ 1 പ്ലസ് എസ് ദെൻ പ്ലസ് ഇവിടെ നമുക്ക് മൈനസ് കോസ് എസ് പൈ ഡിവൈഡ് ബൈ 1 മൈനസ് എസ് then minus 1 by 1 plus s plus 1 by 1 minus s. ഇവിടെ ഒരു മൈനസ് നമുക്ക് പുറത്തിട്ടുണ്ട് കേട്ടോ. root of 2 by pi into minus 1 by 2. Then cos pi plus s pi by 1 plus s cos 1 minus pi minus s pi by 1 minus s minus 1 by 1 plus s plus 1 by 1 minus s. ഇനി നമ്മൾ ഈ റിസൾട്ട് ഉപയോഗിക്കുമ്പോൾ cos pi plus s pi എന്നുള്ളത് മൈനസ് cos pi by 1 plus s ആവും. ഇവിടെ മൈനസ് cos s pi by 1 minus s ആവും. ഇവിടെ 1 by 1 plus s ആവും. ഇവിടെ 1 by 1 minus s. ഇനി അടുത്ത സ്റ്റേജിൽ നമ്മൾ ചെയ്യാം. നമ്മൾ ഈ മൈനസ് ഒക്കെ നമുക്ക് പുറത്തേക്ക് മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാൻ നോക്കാം. This is equal to root of 2 by pi into 1 by 2. ഇവിടുന്ന് മൈനസ് നമ്മൾ പുറത്തെടുത്തു. ഒരു മൈനസ് ഇവിടെ ഉണ്ട്. ഈ മൈനസ് പുറത്തെടുത്ത് എല്ലാത്തിനും മൈനസ് പുറത്തെടുത്താൽ ഈ മൈനസ് ഇല്ലാണ്ടാവും. ബാക്കി നമുക്ക് എന്താ കിട്ടണേ? കോസ് എസ് പൈ ബൈ 1 പ്ലസ് എസ് കോസ് എസ് പൈ ബൈ 1 മൈനസ് എസ് ദെൻ മൈനസ് 1 by 1 plus s. ഈ മൈനസ് നമ്മൾ പ്ലസ് ആവും. പ്ലസ് 1 by 1 minus s. എല്ലാ മൈനസ് പുറത്തിട്ടു. ഒരു മൈനസ് പുറത്തുണ്ട്. ആ മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 2 by pi into 1 by 2 cos s pi by 1 plus s cos s pi by 1 minus s 1 by 1 plus s 1 by 1 minus s. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റൂട്ട് ഓഫ് 2 by pi into 1 by 2. ഇതിന്റെ കോമൺ എൽസിയം കൊടുക്കാം. കോമൺ എൽസിയം എന്താണ്? 1 minus s square. 1 plus s into 1 minus 1 minus s. ഇവിടെ 1 plus s 1 minus s square 1 plus s 1 minus s പ്രാവശ്യം cos s pi. Cos s pi plus ഇവിടെ 1 plus s into cos s pi. ഇവിടെ 1 minus ഇവിടെ നമുക്ക് എന്താ കിട്ടാം? 1 minus s. ഇവിടെ എന്താ കിട്ടാം? 1 plus s. അപ്പൊ നമ്മൾ കോമൺ എൽസിയം 1 minus s square എടുത്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? ഈ മൈനസ് എസും പ്ലസ് എസും ക്യാൻസൽ ചെയ്യാം അല്ലെ? ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് റൂട്ട് ഓഫ് 2 by pi into 1 by 2 ഇവിടെ cos s pi minus s cos s pi plus cos s pi plus s cos s pi ഇവിടെ നമുക്ക് പ്ലസ് 2 കിട്ടും divided by 1 minus s. S cos s pi plus s cos pi വെട്ടിക്കളയുന്നു. root of 2 by pi into 1 by 2 into cos s pi കൂട്ടുമ്പോൾ 2 cos s pi divided by 1 minus s. ഇത് 2 കൊണ്ട് വെട്ടിക്കളയുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന അവസാനത്തെ ആൻസർ എന്താണ്? root of 2 by pi into cos s pi divided by 1 minus s. ഇതാണ് നമുക്ക് അവസാനം നമുക്ക് കിട്ടുന്ന cos s pi. Cos s pi. അവസാനം നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? റൂട്ട് ഓഫ് 2 by pi into cos s pi by 1 minus s square എന്നാണ് നമുക്ക് ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ കേട്ടോ. ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ അതാണ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. അപ്പോൾ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഫോർമുല ഏതാണ്? FCS is equal to root of 2 by pi integral 0 to infinity f of x cos x dx. ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇന്റർവൽ 0 to pi ലാണ് സൈൻ എക്സ് ആണ്. അപ്പൊ സൈൻ എക്സ് അവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഏതാണ്? 2 sin a cos b ആണ്. 2 sin a cos b പറയുന്നത് എന്താണ്? sin a plus b plus sin a minus b. sin a plus b plus sin a minus b. ആ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റിയാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അത് അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ അത് ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന ആൻസർ എന്താണ്? root of 2 by pi into cos s pi by 1 minus ഇവിടെ ഒരു
ഇവിടെ ചെറിയൊരു ഇതുണ്ട്, ഇവിടെ നോക്കാം. ഇവിടെ ലാസ്റ്റ് സ്റ്റേജില് നമ്മൾ ചെയ്തപ്പോ റൂട്ട് ഓഫ് 2/π ഇൻറ്റു 1/2. ഇവിടെ cos s π കൂട്ടും മാത്രമേ കിട്ടാം 2 cos s π കിട്ടും. 2 cos s π അല്ലെ, ഈ cos s π കൂട്ടുമ്പോൾ 2 cos s π വരും. പിന്നെ ഇവിടെ ഒരു 2 ഉണ്ട്, ആ 2 നമ്മൾ നേരത്തെ എഴുതിയില്ല. 2/1 - s ഇങ്ങനെ. അതിനുശേഷമാണ് നമ്മൾ എന്തെടുക്കുന്നത്, റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഈ 2 ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ cos s π + 1 divided by 1 - s. നേരത്തെ നമ്മൾ ആ 2 നമ്മൾ കൺസിഡർ ചെയ്തില്ല, 2 കൺസിഡർ ചെയ്താണ് എഴുതിയത്. അപ്പൊ അവസാനം നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, റൂട്ട് ഓഫ് 2/π cos s π + 1/1 - s² എന്നാണ് നമുക്ക് ഇതിന്റെ ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ. തൊട്ട് മുമ്പ് ചെയ്തപ്പോൾ നമ്മൾ ഈ 2 മൈൻഡ് ചെയ്തില്ല, 2 ഇടാതെ ഈ cos s π മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ 2 കൂടി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് 2 cos s π + 2 വരും. അതിൽ നിന്ന് 2 പുറത്തുള്ള 2 ക്യാൻസൽ ആവും. അപ്പൊ റൂട്ട് ഓഫ് 2/π cos s π + 1/1 - s² ആണ് Fourier Cosine transform of the given function f of x = sin x. ഇത് ഏപ്രിൽ 2018 യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യമാണ് കേട്ടോ. വെറുതെ നോട്ട് ചെയ്യാം, ഫോർമുല കൃത്യം ഓർത്തിരിക്കാം. ഫോർമുല ഓർത്താൽ മാത്രം പോരാ, ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഐഡന്റിറ്റി ഏതാണ്, 2 sin a cos b. എന്താണ് 2 sin a cos b? sin a + b + sin a - b. sin a + b + sin a - b. ആ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ സമ്മാക്കി മാറ്റുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇന്റഗ്രേഷൻ ശേഷമാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. ലിമിറ്റ് അപ്ലൈ ചെയ്ത് വരുമ്പോൾ കൃത്യമായിട്ട് നോക്കണം. ഇവിടെ കുറെ മൈനസുകളൊക്കെ വരുന്നുണ്ട്, മൈനസ് ഒക്കെ നമ്മൾ മാറ്റിക്കണ്ടോ. ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു, എല്ലാത്തിലും ഒരു മൈനസ് വന്നു കഴിയുമ്പോൾ മൈനസ് ഒക്കെ നമ്മൾ പുറത്തേക്ക് ചാടിച്ചു ഉണ്ടോ, ചാടിച്ചു കഴിയുമ്പോൾ മൈനസ് പോയി. അതിനുശേഷം 1 - s² കോമൺ ആയിട്ട് x എടുത്തു. അതിനുശേഷം നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോ നമുക്ക് കിട്ടിയ അവസാനത്തെ ആൻസർ എന്താണ്, റൂട്ട് ഓഫ് 2/π cos s π + 1/1 - s². ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ പാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ സംഭവിക്കും കേട്ടോ. ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്തോളൂ കേട്ടോ.